എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്ക്വാഷിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് പൈനാപ്പിൾ സ്ക്വാഷ്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ 2-3 സ്ക്വാഷ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ പൈനാപ്പിൾ സ്ക്വാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ രുചിയേക്കാൾ ഏറെ ഒരുപാട് നല്ല ഓർമ്മകളാണ് മനസ്സിലോട്ട് ഓടിയെത്തുന്നത്. അതായത് ചെറുപ്പത്തിലേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു ഈ സ്ക്വാഷ്, പ്രത്യേകിച്ച് പൈനാപ്പിൾ. അപ്പോൾ എന്റെ വീട്ടിൽ വല്ലപ്പോഴും മാത്രമേ അത് വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോ ടാങ്ക് ഒക്കെ കുടിക്കില്ലേ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ടാങ്ക്, അതുപോലെ എനിക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ, അതായത് വിരുന്നിന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒറ്റ റീസണേ ഉള്ളൂ, ഈ സ്ക്വാഷ് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നത്തെ രുചിയും മണമൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ എന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. മാത്രമല്ല, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നോമ്പ് സമയമല്ലേ, അപ്പൊ നോമ്പ് സമയത്ത് നമുക്ക് ഇതേപോലെ വീട്ടിൽ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നോമ്പിന്റെ റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള നമ്മുടെ പഴയ ഓർമ്മകൾ വരുന്ന സ്വന്തം പൈനാപ്പിൾ സ്ക്വാഷ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 2 പൈനാപ്പിള് തൊലിയെല്ലാം കളഞ്ഞ് ഈ മിഡിലത്തെ പോർഷൻ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും പൈനാപ്പിൾ എങ്ങനെ ഈസിയായി കട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൈനാപ്പിൾ എടുക്കുക. പൈനാപ്പിൾ ഇങ്ങനെ ഇതുപോലെ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ലൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസസ് ആയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന്റെ തൊലി കളയാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈനാപ്പിൾ തൊലി കളയാൻ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്ലൈസ് എടുത്തതിന് ശേഷം വട്ടത്തിൽ ഇങ്ങനെ കണ്ട എന്തൊരു ഈസി ആയിട്ട് തൊലി കളയാൻ പറ്റിയെന്ന് നോക്കൂ, എളുപ്പല്ലേ? അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഐസ് ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളഞ്ഞാൽ മതി. നമ്മുടെ ഓറഞ്ചിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, ഓറഞ്ച് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാന്ന്. അതുപോലെ തന്നെ വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കും പൈനാപ്പിൾ കട്ട് ചെയ്യാൻ, അത് കാരണം ഞാൻ കുറെ പണ്ടൊക്കെ പൈനാപ്പിൾ വാങ്ങിക്കാതിരുന്നിട്ടുണ്ട്, ഈ മടി കാരണം. കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് ഈസി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പൈനാപ്പിൾ സ്ലൈസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ എന്താണ് ഈ പോർഷൻ ഇല്ലേ, മിഡിൽ പോർഷൻ ഇല്ലേ, ഈ കട്ടിയുള്ള ഭാഗം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ കളയും, ഈ കട്ടിയുള്ള ഭാഗം കളയണം. അതിനുശേഷം ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. ഇതിപ്പോൾ ഇച്ചിരി വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം എന്തായാലും ഇത് ജ്യൂസ് അടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ പീസിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ അരിച്ച് കൊണ്ടുവരണം. കാരണം പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അരിച്ചെടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാം റെഡി ആയതിനു ശേഷം അരിക്കാൻ നിൽക്കണം. അതിനേക്കാളും നല്ലത് ജ്യൂസ് അരിച്ചതിന് ശേഷം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 വലിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വലിയ പാത്രം ഉള്ളതുകൊണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് പാത്രമാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അളന്ന് നോക്കിയപ്പോൾ ഒരു 6-3-7 ഗ്ലാസ്സിന് അടുപ്പിച്ച് ജ്യൂസ് ഉണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ അടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട്, ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കടായിൽ കറികളൊക്കെ ഉണ്ടാക്കിയ കടായി ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യണം. ഈ മസാലയുടെ മണം ഉണ്ടാവാൻ പാടില്ല, സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് മാറ്റം വരും കേട്ടോ, ഓരോ പൈനാപ്പിളിന്റെ സ്വീറ്റ്നെസ് അനുസരിച്ചും അതിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ ആദ്യം 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കട്ടെ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ആദ്യമേ ചേർക്കണ്ട. അപ്പോൾ നമുക്ക് 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് പഞ്ചസാര ഉരുകിയതിന് ശേഷം നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 നുള്ളു ഉപ്പാണ്. നമ്മൾ എന്ത് മധുരത്തിന്റെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും 1 നുള്ളു ഉപ്പ് ചേർക്കണം, എന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് വരുള്ള മധുരം. ഇനി നമുക്ക് നന്നായിട്ട് പഞ്ചസാര ഉരുകണ വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് അടി പിടിക്കൊന്നുമില്ല, ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ അത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ജാം പോലെ ആവരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുപ്പിൽ. പിന്നെ ഇത് ഉണ്ടാക്കുക എന്ന് വളരെ എളുപ്പമാണല്ലോ. എൻ്റെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മാത്രം മതി.
അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. അതിനുശേഷം സമയം എടുത്തത് നന്നായിട്ടൊന്ന് ഇച്ചിരി തിക്കായിട്ട് മാറട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണ്ട, കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിപ്പോവും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കുക്കാവില്ല. അതുകൊണ്ട് എപ്പോഴും തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മധുരം കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1.25 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിൽ പുളിയുള്ള ടൈപ്പ് പൈനാപ്പിൾ ആയതുകൊണ്ട് മധുരം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പഞ്ചസാരയുടെ അളവെല്ലാം നിങ്ങളുടെ പൈനാപ്പിൾ അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1.25 കപ്പ് ഇട്ടെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 വേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് 1.5 മതിയാവും. അതെല്ലാം ഡിപ്പെൻസ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് തിന്നാൻ പാടില്ല, ഓവറായിട്ട് തിക്കാൻ പാടില്ല. തിക്കായി കഴിഞ്ഞാൽ പിന്നെ ജാം പോലെ ആവും. അപ്പം അതുകൊണ്ട് എനിക്ക് സമയം എടുത്തിരിക്കുന്നത് 25 മിനിറ്റ് ആണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ആയി കിട്ടാൻ. ചൂടാറിയതിന് ശേഷം ഇതിന്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം മനസ്സിലാവില്ല നിങ്ങൾക്ക് കാണിച്ചാലും. ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കുറച്ച് ലെമൺ ജ്യൂസ് ആണ്. 1 ലെമന്റെ ജ്യൂസ്, കാരണം ഈ പൈനാപ്പിൾ അത്യാവശ്യം പുളിയുണ്ട്. അതുകൊണ്ട് 1 ലെമന്റെ ജ്യൂസ് മാത്രമേ ഞാൻ എനിക്ക് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഒഴിക്കണം. സിട്രിക് ആസിഡ് ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല, അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പുളി അനുസരിച്ച് വേണം അതിന്റെ അളവ് തീരുമാനിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കരുത്, അവസാനം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എസൻസ് വേണമെങ്കിൽ, പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷിൻ്റെ ആ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇത് നാച്ചുറലായിട്ട് തന്നെ ഇരുന്നോട്ടെ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പൈനാപ്പിൾ എസൻസും കൂടെ ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ടേസ്റ്റ് കിട്ടുന്നു മാത്രം. അപ്പം എന്തായാലും ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സ്ക്വാഷിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട്. കണ്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷൊക്കെ ഇങ്ങനത്തെ കൺസിസ്റ്റൻസിലല്ലേ ഇരിക്കുക. നമ്മുടെ മാംഗോ ഫ്രൂട്ടിയുടെ ഒക്കെ കൺസിസ്റ്റൻസി ഇപ്പം നല്ല മധുരമുണ്ട്. എന്നിട്ട് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് എപ്പോഴാണ് കുടിക്കാൻ തോന്നുന്നത് ആ സമയത്ത് പുറത്തെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കുക. ഇതിപ്പോൾ ഒരു ചെറിയൊരു അളവാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ, ഒരുപാടൊന്നും ഇല്ല. ഇപ്പം ഈ റമദാൻ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഇതാ അപ്പം ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ക്വാഷ് ഒരു ഗ്ലാസിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് എടുക്കുക. എത്ര ഗ്ലാസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടോ. ഞാൻ 1 ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് തണുത്ത വെള്ളം, ഞാൻ തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പില്ലാത്ത വെള്ളം എടുത്താലും കുഴപ്പമില്ല. ഐസ് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. എന്നിട്ട് നമുക്കത് ഡൈല്യൂട്ട് ചെയ്യാം. അതിലോട്ട് നമുക്ക് ഐസ് വേണമെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ടേസ്റ്റ് നോക്കുക. മധുരം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ കുറച്ചും കൂടെ സ്ക്വാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എസൻസ് ഒഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുറവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മിൻ ലീവ്സ് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ സ്ക്വാഷ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന സ്ക്വാഷ് ഉണ്ടല്ലോ ഒരു കുപ്പിയിലോട്ട് ഒഴിക്കാം. അതിനുശേഷം അടച്ചുറപ്പുള്ള കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യമുള്ള സമയത്ത് ഇത് കുടിക്കാം. അപ്പോൾ ഒരു 10-15 ദിവസം വരെ നമുക്കിത് ധൈര്യമായിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പിന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഒരുപാട് നാൾ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 15 ദിവസം കൊണ്ടൊക്കെ എന്തായാലും നമ്മുടെ സ്ക്വാഷ് ഫിനിഷ് ആവും. പിന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു കുപ്പിയിലോട്ട് ഇത് മാറ്റാൻ പോവുകയാണേ. ഞാൻ എപ്പോഴും ഗ്ലാസിൻ്റെ കുപ്പികളിലാണ് കേട്ടോ ഒഴിച്ച് വെക്കാറുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിൽ ഒഴിച്ച് വെക്കാറില്ല. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് കുപ്പിയിലും ആക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ബാക്കിയുള്ളതും അടുത്ത കുപ്പിയിലാക്കി ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഞാൻ കാണിച്ച അളവിൽ നിന്ന് 2 കുപ്പി സ്ക്വാഷാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ട്രൈ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ നോമ്പുദിന റെസിപ്പീസ് ഒരുപാട് ഞാൻ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.